ഒന്ന് ആലോചിച്ചു നോക്കൂ. നമ്മുടെ ഇന്നത്തെ ഈ ടെൻഷൻ നിറഞ്ഞ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് 80 വർഷം പഴക്കമുള്ളൊരു മാസികയിൽ പരിഹാരമുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുന്നോ? അതെ, നമ്മൾ പോകുന്നത് 1942-ലെ അഖണ്ഡജ്യോതിയുടെ താളുകളിലേക്കാണ്. യുഗഋഷി പണ്ഡിറ്റ് ശ്രീറാം ശർമ്മ ആചാര്യജി എഴുതിയ ഈ മാസികയിൽ ഒഴിഞ്ഞിരിക്കുന്ന ചില സത്യങ്ങളുണ്ട്. കാലം എത്ര കഴിഞ്ഞാലും മാറാത്ത ചില അറിവുകൾ. നമുക്ക് നോക്കാം. അപ്പോ സ്വാഭാവികമായും വരുന്ന ഒരു ചോദ്യമുണ്ടല്ലേ, 1942-ലെ ആ പഴയ കാലത്തെ അറിവുകൾക്ക് നമ്മുടെ ഇന്നത്തെ ഈ സ്മാർട്ട് ഫോണിന്റെയും സോഷ്യൽ മീഡിയയുടെയും കാലത്തെ ഉത്കണ്ഠകളെ പരിഹരിക്കാൻ പറ്റുമോ? ശരിക്കും അതിന് കഴിയുമോ? വെറുതെ പറയുന്നതാണോ? നമുക്ക് ഒരുമിച്ച് ഇതിന്റെ ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കാം. അപ്പൊ നമ്മളിവിടെ വെറും പഴയ താളുകൾ മറിച്ചു നോക്കാൻ പോവുകയല്ല. പകരം അതിലെ ഓരോ ഉപദേശങ്ങളും ഓരോ ആശയങ്ങളും അതെങ്ങനെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു പ്രായോഗിക വഴികാട്ടിയാക്കി മാറ്റാമെന്നാണ് നോക്കുന്നത്. അപ്പോ റെഡിയല്ലേ? നമുക്ക് തുടങ്ങാം. ഓക്കെ, അപ്പോ ആദ്യത്തെ ഭാഗം നമ്മളെല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്താണ് എന്റെ ജീവിതത്തിന്റെ ഒരു ലക്ഷ്യം, ഒരു പേർപ്പസ്? അല്ലേ, നമ്മളെല്ലാം അത് കണ്ടെത്താൻ ശ്രമിക്കുന്നവരാണ്. അപ്പോ ഈ അറിവുകൾ പറയുന്നതെന്താണെന്നറിയോ? ആ വലിയ ലക്ഷ്യം തുടങ്ങുന്നത് മറ്റെവിടെയുമല്ല, നമ്മുടെ ഓരോ ദിവസത്തെയും കടമകളിൽ നിന്നും ഒരു ഉയർന്ന ശക്തിയുമായുള്ള നമ്മുടെ കണക്ഷനിൽ നിന്നുമാണ്. നോക്കൂ, ഒരു അർത്ഥപൂർണമായ ജീവിതത്തിന് 4 പ്രധാന തൂണുകളുണ്ടെന്നാണ് പറയുന്നത്. ഒന്നാമത്തേത് നമ്മുടെ ശരിക്കുള്ള ലക്ഷ്യം തിരിച്ചറിഞ്ഞ് അത് ചെയ്യുക. രണ്ടാമത്തേത് എപ്പോഴും നീതിയുടെ പക്ഷത്ത് നിൽക്കുക, ഒരു ധർമ്മയുദ്ധം പോലെ. മൂന്നാമത്തേത് നമ്മൾ എന്ത് ജോലി ചെയ്യുന്നോ അതിൽ മാസ്റ്ററാവുക. പിന്നെ നാലാമത്തേത് ഒറ്റയ്ക്ക് മുന്നോട്ടു പോകുകയല്ല, എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോവുക. ഇത് വെറുമൊരു ജോലിയുടെ കാര്യമല്ല, ഇതാണ് നമ്മുടെ ജീവിതധർമ്മം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ എന്താ? യഥാർത്ഥ ലക്ഷ്യമെന്ന് പറയുന്നത് നമ്മൾ ഒറ്റയ്ക്കിരുന്ന് ധ്യാനിച്ചു കണ്ടുപിടിക്കുന്ന ഒന്നല്ല. അത് നമ്മുടെ ഓരോ പ്രവൃത്തികളിലൂടെ, നമ്മുടെ നീതിബോധത്തിലൂടെ, പിന്നെ മറ്റുള്ളവരുമായി സഹകരിച്ചു മുന്നോട്ടു പോകുന്നതിലൂടെ നമ്മൾ പണിതുയർത്തുന്ന ഒന്നാണ്. അതാണ് ജീവിതത്തിന് ശരിക്കും ഒരർത്ഥം കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ പുറമേയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിച്ചു, നമ്മുടെ കടമകൾ, നമ്മുടെ ജോലികൾ. പക്ഷേ ശരിക്കുള്ള മാറ്റം എവിടെയാ തുടങ്ങുന്നത്? നമ്മുടെ ഉള്ളിലാണ്, അല്ലേ? അപ്പൊ ഇനി നമുക്ക് ആ ആന്തരിക ശുദ്ധിയുടെ പാതയിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. നമ്മൾ ഏതൊക്കെ സ്വഭാവ ഗുണങ്ങളാണ് വളർത്തിയെടുക്കേണ്ടതെന്ന് നോക്കാം. നമ്മുടെ എല്ലാവരുടെയും മുന്നിൽ എപ്പോഴും 2 വഴികളുണ്ട്. ഒന്ന് പുണ്യത്തിന്റെ പാത, നല്ല ജീവിതം, നല്ല പെരുമാറ്റം, ആത്മനിയന്ത്രണം. ഇത് നമ്മളെ മുകളിലേക്ക് കൊണ്ടുപോകും. മറ്റേ വഴി തിന്മയുടെ പാതയാണ്. അടങ്ങാത്ത ആഗ്രഹങ്ങൾ, ചീത്ത ശീലങ്ങൾ, ഇതൊക്കെ നമ്മളെ താഴേക്ക് വലിക്കും. അവസാനം ഏത് വഴി തിരഞ്ഞെടുക്കണമെന്നുള്ളത് നമ്മുടെ മാത്രം തീരുമാനമാണ്. ചോയ്സ് ഈസ് യോഴ്സ്. ദേനെ സെ മിലേഗ, കൊടുക്കുന്നതിലൂടെ ലഭിക്കൂ. എത്ര സിമ്പിളായിട്ടുള്ള പക്ഷെ എത്ര പവർഫുള്ളായിട്ടുള്ളൊരു ഐഡിയ ആണിത്, അല്ലേ? യഥാർത്ഥ സന്തോഷം, യഥാർത്ഥ സമൃദ്ധി അതൊന്നും പിടിച്ചുവെക്കുന്നതിൽ നിന്നല്ല കിട്ടുന്നത്, അത് കൊടുക്കുന്നതിൽ നിന്നാണ്, നിസ്വാർത്ഥമായി സേവിക്കുന്നതിൽ നിന്നാണ് വരുന്നത്. ഇതൊരു വലിയ ഓർമ്മപ്പെടുത്തലാണ്. ഇതുവരെ നമ്മൾ നമ്മുടെ പ്രവൃത്തികളെയും സ്വഭാവത്തെയും ഒക്കെ കുറിച്ചാണ് സംസാരിച്ചത്. ഇനി നമുക്ക് കുറച്ചുകൂടി ആഴത്തിലേക്ക് പോകാം, കുറച്ചുകൂടി ഫിലോസഫിക്കലായി ചിന്തിക്കാം. എന്താണ് യാഥാർത്ഥ്യം? നമ്മുടെ ചിന്തകൾ എങ്ങനെയാണ് നമ്മുടെ റിയാലിറ്റിയെ ഉണ്ടാക്കുന്നത്? ഇതൊരൽപ്പം ഞെട്ടിക്കുന്ന ചിന്തയായിരിക്കും. സ്വർഗവും നരകവും എന്ന് പറയുന്നത് മരണശേഷം നമ്മൾ പോകുന്ന ഏതോ സ്ഥലങ്ങളല്ല. അല്ല, അത് നമ്മൾ ഓരോ നിമിഷവും നമ്മുടെ ചിന്തകളും പ്രവൃത്തികളും കൊണ്ട് ഇവിടെ ഈ ജീവിതത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന അനുഭവങ്ങളാണ്. നമ്മുടെ മനസ്സ് തന്നെയാണ് സ്വർഗവും നരകവും. മരണത്തെ ഓർക്കുക. ഇത് കേൾക്കുമ്പോൾ ഒരു നെഗറ്റീവ് ഫീൽ വരാം. പക്ഷേ സംഗതി അതല്ല. ഇത് ഭയപ്പെടാനല്ല പറയുന്നത്. നേരെ മറിച്ച് നമ്മുടെ കയ്യിലുള്ള സമയം ലിമിറ്റഡ് ആണെന്ന് തിരിച്ചറിയാനാണ്. ആ ഒരു തിരിച്ചറിവുണ്ടെങ്കിൽ നമ്മൾ ഒരു നിമിഷം പോലും പാഴാക്കില്ല. ഓരോ നിമിഷവും വിലമതിച്ച് ലക്ഷ്യബോധത്തോടെ ജീവിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഏറ്റവും വലിയൊരു ടൂളാണിത്. അപ്പോ നമ്മളെപ്പോഴും കേൾക്കുന്നൊരു കാര്യമാണ് സത്യയുഗം അല്ലെങ്കിൽ സുവർണ കാലഘട്ടം എന്നൊക്കെ. എന്താണിത്? അങ്ങനെയൊന്ന് ശരിക്കും വരോ? അപ്പോ ഈ പറയുന്ന സുവർണ കാലഘട്ടം എന്ന് പറയുന്നത് ആകാശത്ത് നിന്ന് പൊട്ടിവീഴുന്ന ഒന്നല്ല, അതൊരു കെട്ടുകഥയുമല്ല. അത് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഉള്ളിൽ സമാധാനവും സന്തോഷവും കണ്ടെത്തുമ്പോൾ നമ്മളെല്ലാവരും കൂടിച്ചേർന്നുണ്ടാക്കുന്ന ഒരു പുതിയ യാഥാർത്ഥ്യമാണ്. ആ വലിയ മാറ്റത്തിന്റെ തുടക്കം എവിടെയാണെന്നോ? അത് എന്നിലും നിങ്ങളിലുമാണ്. ഓക്കെ, നമ്മളിപ്പോൾ പുറത്തുള്ള ലോകത്തുനിന്ന് തുടങ്ങി നമ്മുടെ ഉള്ളിലേക്ക് വന്നു, യാഥാർത്ഥ്യം എന്താണെന്ന് ചിന്തിച്ചു. ഇതെല്ലാം കൂടിച്ചേരുന്നത് ഒരൊറ്റ പോയിന്റിലാണ്. ഈ പഠനങ്ങളിലെ ഏറ്റവും കാതലായ, ഏറ്റവും പവർഫുള്ളായ ഒരു ഐഡിയയിലേക്കാണ് നമ്മളിപ്പോൾ വരുന്നത്. ശ്രദ്ധിച്ചു കേൾക്കണം. ഇതാണ് ആ പരമമായ സത്യം.
നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സുഹൃത്തും അതേപോലെ ഏറ്റവും വലിയ ശത്രുവും നിങ്ങൾ തന്നെയാണ്. പുറത്താരെയുമല്ല കുറ്റം പറയേണ്ടത്. നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാനുള്ള മുഴുവൻ ശക്തിയും നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ്. ആ ഒരു ഉത്തരവാദിത്തം നമ്മൾ ഏറ്റെടുക്കുന്ന നിമിഷം, അതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം. അപ്പോ ചോദ്യം ഇതാണ്, എങ്ങനെ ഈ മാറ്റം നമ്മളിൽ കൊണ്ടുവരും? അതിനൊരു വഴിയുണ്ട്. വെറുതെ പറയുകയല്ല. ഈ പഠനങ്ങൾ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഗൈഡ് തരുന്നുണ്ട്. നമ്മുടെ ഉള്ളിലെ മോശം വശങ്ങളെ ആദ്യം നേരിടുക, പിന്നെ നമ്മുടെ ചിന്തകളെയും പ്രവൃത്തികളെയും ശുദ്ധീകരിക്കുക, മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കുക. അങ്ങനെ പതിയെ പതിയെ നമ്മളിലെ ആ ദൈവികമായ അംശത്തെ ഉണർത്തുക. ഇതൊരു യാത്രയാണ്. ഖുദാ കസം, തൂ ഹി ഖുദാ ഹെ. ദൈവത്താണേ, നീ തന്നെയാണ് ദൈവം. ഒന്ന് നിർത്തി ഈ വാചകത്തിന്റെ ആഴമൊന്ന് ആലോചിച്ചു നോക്കൂ. നമ്മൾ എവിടെയൊക്കെയോ ദൈവത്തെ തേടി നടക്കുന്നു. പക്ഷെ ആത്യന്തികമായ സത്യം എന്താണ്? ആ ദൈവീക ശക്തി, ആ സൃഷ്ടിക്കാനുള്ള കഴിവ്, അത് നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ്. ഈ ഒരൊറ്റ വാചകത്തിൽ ഈ തത്വചിന്തയുടെ മുഴുവൻ സത്തും അടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മള് ഒരുപാട് ആഴത്തിലുള്ള കാര്യങ്ങൾ സംസാരിച്ചു. ഇനി ഇതെല്ലാം കേട്ട് വെറുതെ അങ്ങ് പോകുകയല്ല വേണ്ടത്. ഇതെങ്ങനെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാം? ഈ അറിവുകളെ നമുക്ക് മുന്നോട്ടുള്ള യാത്രയിൽ ഒരു വഴികാട്ടിയാക്കാം. അപ്പോ ഈ ചർച്ചയിൽ നിന്ന് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ചില കാര്യങ്ങൾ, ഒരു ടൂൾ കിറ്റ് പോലെ. 1. എന്ത് ചെയ്യുമ്പോഴും ഒരു ലക്ഷ്യബോധത്തോടെ ചെയ്യുക. 2. ചെറിയ ചെറിയ ആഗ്രഹങ്ങൾക്ക് പിന്നാലെ പോകാതെ ആന്തരിക ശുദ്ധിക്ക് പ്രാധാന്യം കൊടുക്കുക. 3. നിങ്ങളുടെ ലോകം സൃഷ്ടിക്കുന്നത് നിങ്ങൾ തന്നെയാണെന്ന് എപ്പോഴും ഓർക്കുക. 4. ഏറ്റവും പ്രധാനപ്പെട്ടത്, നിങ്ങളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ആ ദൈവീക ശക്തിയെ തിരിച്ചറിയുക. ഈ 4 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ജീവിതം മാറിത്തുടങ്ങുന്നത് കാണാം. അതുകൊണ്ട് പോകുന്നതിനു മുൻപ് ഞാൻ ഈ ഒരു ചോദ്യം നിങ്ങളുടെ മുന്നിൽ വെക്കുകയാണ്. നിങ്ങളുടെ ഉള്ളിൽ ഇത്രയും വലിയൊരു ദൈവികമായ ശക്തിയുണ്ടെന്ന് ഇപ്പോൾ നിങ്ങൾക്കറിയാം. ആ അറിവോടുകൂടി ഇന്ന് ഈ നിമിഷം നിങ്ങൾ എന്ത് നല്ല കാര്യമാണ് സൃഷ്ടിക്കാൻ പോകുന്നത്?